പെട്ടെന്ന് ഇരുന്നിട്ട് സൈഡിൽ കൂടെ വന്നതായത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വിലങ്ങൻകുന്നിലാണ്. വിലങ്ങൻകുന്നിലെ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു വീഡിയോ ആണെന്ന്. തൃശ്ശൂരിലെ വിലങ്ങൻകുന്ന് എന്നുള്ള സ്ഥലത്താണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതി രമണീയമായ എന്നുള്ളൊരു വാക്ക് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ അതിനാരോ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ച നാച്ചുറൽ ഭംഗി, ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു കുന്നാണ്. ഈ കുന്നിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളെ തൃശ്ശൂർ നഗരം നമ്മൾക്കിങ്ങനെ ആ ഒരൊറ്റ ഇതിലൂടെ ആ ഒരു വ്യൂയിലൂടെ ഇങ്ങനെ ആസ്വദിക്കാനുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, ഒരാൾക്ക് 10 രൂപ വരുന്നുള്ളൂ. അല്ല ബൈക്കോ കാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഫീ വേറെ വരും. അതുപോലെ നിങ്ങൾക്ക് 10 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് രാവിലത്തെ വൈകുന്നേരത്തൊക്കെ നടത്തങ്ങൾ അത്രയും ലോങ് നടക്കാനുണ്ട്. ഇതേപോലെ അവർ നടക്കാൻ വേണ്ടിയിട്ട് ഏരിയകൾ കുറേ സെറ്റാക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ വിരിച്ച് ഇതുപോലെ നമ്മുടെ മരങ്ങളുടെ ഇടയിൽ തണുത്ത കാറ്റടിച്ചിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ വ്യായാമം ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ലൊരു പ്ലേസ്മെൻ്റാണ്. സൂപ്പറായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 കിലോമീറ്റർ റൗണ്ട് നടക്കാനുള്ളത്. ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസ്റ്റിംഗ് ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നടന്ന് നീങ്ങുമ്പോൾ ഓരോ ഏരിയകളിൽ അതുപോലെ റെസ്റ്റിംഗ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ റെസ്റ്റിംഗ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യത്തിന് സ്പേസ്, ഇരിക്കാനുള്ള സ്പേസ് തന്നെ ഇട്ടിട്ടുണ്ട്. അത് മെയിനായിട്ട് നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ ഭംഗി, പ്രകൃതി ഭംഗിയാണ് ഒരു പ്രധാന ഘടകം. സൂപ്പർ. ഓരോ സ്ഥലങ്ങളും ഓരോ വ്യൂ പോയിൻ്റാണ് നമുക്ക് തരുന്നത്. നടന്ന് നീങ്ങുന്ന പല പല ഏരിയകളിൽ പോയാൽ കഴിഞ്ഞാലും തൃശ്ശൂരിൻ്റെ പല പല വ്യൂകളാണ് നമുക്ക് തരിക. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ നേരെ മുകളിൽ നമുക്ക് ഒന്നുകൂടി ഉയരത്തിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീക്ഷിക്കാനുള്ള സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മേലെ നിന്നുള്ള വ്യൂ കേട്ടോ. നേരെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഒരു പാർക്കിലോട്ടാണ്. ഞാൻ രാവിലെയാണ് വന്നതുകൊണ്ട് പാർക്കൊന്നും ഓപ്പൺ അല്ല, തിരക്ക് കുറവാണ് ഇവിടെ. വൈകുന്നേരങ്ങളിലാണെന്നുകൊണ്ട് ഇതൊക്കെ ഓപ്പൺ ആവുക. നല്ല കിഡ്സിന് പറ്റിയ പാർക്ക് സെറ്റാക്കിയിട്ടുണ്ട്. കിഡിലൻ പാർക്കാണ് സെറ്റാക്കിയില്ല കേട്ടോ. അടിപൊളി പാർക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സൂപ്പർ. കിഡ്സിന് തിമിർത്ത് ആഘോഷിക്കാനുള്ള അടിപൊളി സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ. സൂപ്പറാണ്. അപ്പൊ നമ്മളിതിനുള്ളിൽ ഒരു അടിപൊളി സ്ഥലത്ത് വന്നിട്ടുള്ള ഹൊറർ പ്ലാനറ്റ് അല്ലേ. ഹൊറർ പ്ലാനറ്റില് 6D സിനിമാസും കളിക്കുന്നുണ്ട്. ഇതിനെന്താ പേര് പറയാ? ഹൊറർ ഹൗസ്, ഗോസ്റ്റ് ഹൗസ് അല്ലേ. ഓക്കെ. അപ്പൊ ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ആദർശ്. ഇതിനെന്താ റേറ്റ് വരുന്നത് 6D സിനിമ കാണാൻ? ഒരാൾക്ക് 100 ടിക്കറ്റ് 100 വരുന്നത് അല്ലേ. അപ്പൊ അതില് ഒരു ഫിലിം 6D നമ്മളാ ഒരു കണ്ണട വെച്ചിട്ട് 3D കണ്ണട വെച്ചിട്ട് സീറ്റൊക്കെ ഇളകുന്ന ഒരു സെറ്റപ്പ് അല്ലേ. വാട്ടർ സ്പ്രേയും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് റിയൽ ആയിട്ട് അനുഭവിക്കണ പോലെ. ഓക്കെ. അപ്പൊ അത് ഒരാൾക്ക് 100 വരും. വീഡിയോ ആണ് പ്ലേ ചെയ്യുക. അതിന് 100 ഒരാൾക്ക്. അഡൽറ്റ് ആണോ? എല്ലാവർക്കും ടിക്കറ്റ് വേണ്ട. ഒരാൾക്ക് 100. അപ്പൊ ഒരു റോസിൽ കയറാനും 60 രൂപയാണ് ഒരാൾക്ക്. അഡൽറ്റിന് എല്ലാവർക്കും കയറാം, കുട്ടികൾക്ക് കയറാൻ. ഓക്കെ. അത് പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന തരത്തിലുള്ള സംഭവമാണോ? ക്യൂരിയോസിറ്റിയോട്. ഇതിലെന്താ വരുന്നത്? ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രിക് കാറിന്റെ കംപ്ലൈന്റ് ആയപ്പോൾ അത് കൊണ്ടുപോയിക്കാണ്. പുതിയതിന് ബാറ്ററി കാറിന്റെ സംഭവം വരുന്നുണ്ടല്ലേ. അത് മറ്റേ റേസിംഗ് കാറാണോ ഉദ്ദേശിക്കുന്നത്? റേസിംഗ് കാറല്ല, ബാറ്ററി. കുട്ടികൾക്ക് ഓടിക്കാൻ, റിമോട്ട് ഓടിക്കാൻ പറ്റുമല്ലോ അല്ലേ. അതിനെന്താ റേറ്റ് വരുന്നത്? അത് ടിക്കറ്റ് അത് വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റിന്റെ ഇത് വരുള്ളൂ. അപ്പൊ നമുക്കൊന്ന് 6D സിനിമയിലൊന്ന് കയറി വെക്കാം. ഇവിടെ എത്ര മണിക്ക് തിരക്കുണ്ടാവുക? എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ. എത്ര മണി ക്ലോസിംഗ് ടൈം എപ്പോഴാ? 7:30 ക്ലോസ് ആവും. 10:30 to 6 വരെ ഉണ്ടാവും അല്ലേ. വൈകുന്നേരങ്ങളിൽ ഫാമിലീസ് ഒക്കെ ഉണ്ടാവും അല്ലേ. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം ഞായറാഴ്ച, ശനി ഞായർ അല്ലേ. 16D സിനിമയിൽ പോയിട്ട് 6 മിനിറ്റുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
ഇതാണ് നമ്മളെ സെറ്റപ്പ് കേട്ടോ ഗെയ്സ്. അപ്പൊ നമ്മൾ ഇതിൽ ഒറ്റക്കെട്ട 12 സീറ്റാണ് ഇതിലുള്ളത്. 4, 8, 12. ഈ 12 സീറ്റിൽ ഞാൻ ഒറ്റക്ക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് ഞാൻ അത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആക്കി എന്ന് കേട്ടപ്പോൾ വന്നതാണ്. ഇങ്ങനെ ഒരു ഇതിൽ 16 സിനിമ കളിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഹൊറർ ഹൗസ് ഉണ്ടെന്നോ എനിക്കറിയില്ല. വന്നപ്പോൾ അത് നല്ലൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് കയറി വെക്കാൻ വിചാരിച്ചു. ഗെയ്സ് നമുക്ക് കണ്ണട കിട്ടിയിട്ടുണ്ട്. കരുണാനിധി അടിയിൽ കണ്ണടക്ക 3D കണ്ണടക്ക ഇട്ടിട്ട് ഇരിക്കട്ടെ. നമുക്ക് ഇടിക്കാനുള്ള ഹാൻഡിൽ ജർക്കിങ് വരുമ്പോഴേ 2 സൈഡിലുണ്ട്. കിട്ടു സാധനം പൊളിച്ച്. കുറച്ച് ധൈര്യം വേണം. അപ്പൊ നമ്മളിനി അടുത്തത് ഹൊറർ ഹൗസിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. എന്തായാലും 16D സിനിമ പൊളിച്ചിട്ടുണ്ട്. ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് പൊളി, അടിപൊളി. അപ്പൊ നിങ്ങളൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല സൂപ്പർ സാധനമാണ് അല്ലേ. അപ്പൊ നമ്മള് പേടിക്കാൻ പാടില്ല. നല്ല ഹൊറർ സാധനത്തേക്കാണ് പോണ കേട്ടാ. അത് ഇറക്കാണ്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഫസ്റ്റ് പെട്ടെന്ന് ഇരുന്നിട്ട് സൈഡിൽ കൂടെ വന്നതായത്. ഈ ഇതില് കടന്നു കഴിഞ്ഞാല് എന്തേലൊക്കെ മെയിനായിട്ട് ഇത് വരണം. ഇതാരാ ഇവിടെ എന്തോ പ്രതീക്ഷിക്കണം. വെറുതെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ പേടിച്ചു വരും. എന്തോ പ്രതീക്ഷിക്കണം അവിടെ. അയാള് നോക്കിണ്ടാ എന്തോ പ്രതീക്ഷിക്കണം. അത് ഒരു റിമോട്ടിന് ഒരു സംഭവമാണത്. അടുത്ത ഇവിടെ നമുക്ക് എന്താ പ്രതീക്ഷിക്കണം. ഞാനെന്താ ആരും വരാത്ത പെട്ടെന്ന് നമ്മള് ഇവിടെ എന്തൊക്കെ അടിക്കണം. ഈ ഒരു സാധനമൊക്കെ ഇട്ടത് നമുക്ക് 4 മണി അടിച്ചു തരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിക്കും. മേലക്കൊക്കെ ഉണ്ടാവട്ടാണെങ്കിൽ ഇവിടുന്ന് സാധനം വരുവാണെങ്കിൽ ഇതാ വരുന്നേ പാമ്പ് പോലെ എടാ. അതൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ പേടിക്കും. നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടൊക്കെ നോക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരാളുണ്ട്. അയാള് നമ്മൾ ചിലപ്പോൾ അടുത്തെത്തിയാലോ നമ്മളെ സെൻസറാവും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിലൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും നമ്മളെടുത്തെത്തിയാലോ. നമ്മളത് നോക്കി വരുമ്പോ പെട്ടെന്ന് നമ്മൾ ഇതില് തിരിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വേറെ ഇയാള് എന്തായാലും അടിപൊളി. സംഭവം പൊളിച്ചിട്ടാ, അടിപൊളി. ഫിലിമും കൊള്ളാം, അതേപോലെ പ്രേതത്തിന്റെ വീടും കൊള്ളാം. സൂപ്പറാണെന്ന് എൻജോയ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് എൻ്റെ മാനൊക്കെ വേർത്തിൻ്റെ ഇറങ്ങി വരുമ്പോഴാണ് ഒരു ഫാമിലി കയറി പോണത്. അപ്പം എന്നോട് എക്സ്പീരിയൻസ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കാന്ന്. അവരാ പാട് പോയി. ടിക്കറ്റ്
റീഫണ്ട് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അവർ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാം, ധൈര്യം സംഭരിച്ചിട്ട് വരാണ്ട് പോയിക്കാണ്. എന്തായാലും ധൈര്യം വേണം കേട്ടോ സത്യത്തിൽ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഹൊറർ ഹൗസിലൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കും. ഓരോ എന്താ പറയുക ഡീവിയേഷനിലാണ് ഓരോ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മത് കണ്ട് ധൈര്യത്തോടെ കണ്ട് തിരിയുന്ന വശം നമുക്ക് ആ ഒരു എഫക്റ്റും സൗണ്ട് എഫക്റ്റും അതിൻ്റെ സാധനം കൊണ്ട് ഇട്ട് വരുമ്പോഴേ പെട്ടെന്ന് പേടിക്കും. നമ്മളത് കണ്ടറിഞ്ഞിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയോടെ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ആംഫി തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ തന്നെ അവസാനിച്ചു. ഈ കാഴ്ചകളൊക്കെ എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സൂപ്പറാണ്. നല്ല ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഞാൻ ലവേഴ്സിനോടും കപ്പിൾസിനോടും പ്രത്യേകം എടുത്ത് പറയുന്നില്ല, അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അടിപൊളിയാണ്, സൂപ്പർ. എനിക്കിഷ്ടമായി. വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.